അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷായിട്ടുള്ള മാങ്ങാ മപ്പാസാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് 2 മീഡിയം സവാള, ഒരു 4 ഇതൾ വെളുത്തുള്ളി, ഒരു 2 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ഫുൾ തേങ്ങ ചിരവിയത്, പിന്നെ 2 മാങ്ങ. അപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഇപ്പോൾ മൂവാണ്ടൻ മാങ്ങയാണ്. അത് നിങ്ങൾക്ക് മൂവാണ്ടൻ മാങ്ങയോ നാടൻ മാങ്ങയോ ഏതാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ തേങ്ങാപ്പാലാണ് ഈ കാണുന്നത്. അതിന് 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒട്ടും ഡൈല്യൂട്ട് ചെയ്യാത്തതാണ് 1-ാം പാൽ, ഒരു ഇച്ചിരി ഡൈല്യൂട്ട് ചെയ്ത് 2-ാം പാൽ, പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് 3-ാം പാൽ. അപ്പോൾ എടുത്തേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെക്കുക, ഒരു തണ്ട് കറിവേപ്പിലയും വേണം, പിന്നെ സവാളയും മാങ്ങയും അരിഞ്ഞു വെക്കുക. നമ്മളിവിടെ മാങ്ങ മപ്പാസ് ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റീലാണ്. പക്ഷേ ഒതൻറ്റിക്കായിട്ട് ഉള്ളത് നമുക്ക് മൺചട്ടി ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടേക്കുക. കടുക് അത്യാവശ്യം ഒന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇടുക. അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യുക, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്യുക, പിന്നെ നമ്മളുടെ ഒരു തണ്ട് കറിവേപ്പില അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മൾ മുളകിന് പകരം ഒരു 4-5 കാന്താരി മുളകാണ് എടുത്തേക്കുന്നത്. പക്ഷേ പച്ചമുളക് അവൈലബിൾ ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് നീളത്തിൽ കീറിയത് 2 എണ്ണമാണ് ഇടേണ്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് വഴറ്റുക. അപ്പോൾ ഉള്ളി ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീ ഒന്ന് കുറച്ചിട്ട് വേണം, അതായത് സിമ്മിലിട്ടിട്ട് വേണം ഇതിൻ്റെ അകത്ത് സ്പൈസസ് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ സ്പൈസസ് ആയിട്ട് നമുക്കിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും ആഡ് ചെയ്യേണ്ടതാണ്. ഇനി നന്നായിട്ട് നല്ല ബ്രൗൺ കളർ എത്തണ വരെ വഴറ്റുക. ആ ബ്രൗൺ കളർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞു വെച്ചേക്കണേ മാങ്ങ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ മാങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ട് അതിനിടയ്ക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആഡ് ചെയ്തെങ്കിൽ 1 ടീസ്പൂണാണ്. അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടും കുറയ്ക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് എടുത്തു വെച്ചേക്കുന്ന 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അത് 2 കപ്പിനടുത്തുണ്ട്. ഇത് 3-ാം പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഡൈല്യൂട്ട് ചെയ്തേക്കുന്ന തേങ്ങാപ്പാൽ. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ തിളയ്ക്കാൻ വെക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് മാങ്ങയൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് 2-ാം പാൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 2-ാം പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയമായിട്ട് ഡൈല്യൂട്ട് ചെയ്തേക്കുന്ന തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കിക്കൊണ്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. അത്യാവശ്യം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അതായത് നമ്മൾ ആദ്യം വെച്ചേക്കുന്ന 3-ാം പാലും 2-ാം പാലും തമ്മിൽ പിരിയും. അപ്പോൾ സെയിം ലെവലിൽ തന്നെ ഇത് വീണ്ടും ഈ 2-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് 1-ാം പാൽ ഒഴിക്കാവുന്നതാണ്. അതിനും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഏകദേശം ഫിനിഷ് ആവാറായി. ഇത് ഇപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും, അതായത് പതുക്കെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ മാങ്ങ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനൽ ഒരു ഗാർണിഷിംഗ് ആണ് ആവശ്യമുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരു 3 ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു 2 ചുവന്നുമുളക് ഉണങ്ങിയത്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇനി 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്യുക. ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും, അതായത് ഉള്ളി വയ്ക്കുന്ന ഒരു ഗോൾഡൻ കളർ എത്തിക്കഴിയുമ്പോഴേക്കും, ഗോൾഡൻ ബ്രൗൺ കളർ എത്തിക്കഴിയുമ്പോഴേക്കും അത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് അത് നമ്മുടെ മാങ്ങ മപ്പാസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് പിന്നീടൊന്നും ചൂടാക്കൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തേച്ചാൽ മതിയോ. അപ്പോൾ നമ്മുടെ മാങ്ങ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് മാങ്ങ മപ്പാസ് എന്ന് വിളിക്കും, പിന്നെ മാങ്ങ പാല് ഒഴിഞ്ഞത് എന്നും വിളിക്കും. അങ്ങനെ പല പേരിൽ ഇത് പല ഏരിയാസിലായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു ഡിഷാണ്. അപ്പോൾ കഴിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക.